തെരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥാനാർത്ഥികളും പാർട്ടികളുമൊക്കെ പലർക്കും വ്യക്തിപരമായും ഒക്കെ പല വാഗ്ദാനങ്ങളും നൽകും, പല ആവലാതികളും പൊങ്ങിവരും. ഇത് യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതിലേക്ക് പോകാം. നടന്നു പോകാനുള്ള വഴി എന്നത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന അവകാശമാണ്. എന്നാൽ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാൻ വഴിയില്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് പെരിയങ്ങാട് സ്വദേശി നാരായണിയമ്മ. കാലാകാലങ്ങളായി വഴിയെന്ന ആവശ്യത്തിനായി ഈ വൃദ്ധ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. ആവശ്യം പരിഹരിക്കാതെ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ വയോധിക. പ്രായം 85 കഴിയുന്നു. പ്രായാധിക്യം മൂലമുള്ള അവശതകളെല്ലാം ഏറെയാണ്. ബന്ധുക്കളാരും സഹായത്തിനില്ല. എന്നിട്ടും നാരായണിയമ്മ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. അധികാരികളെ മാറി മാറി കാണുകയാണ്. ആവശ്യമൊന്നു മാത്രം, സ്വന്തം വീട്ടിലേക്ക് വഴിയൊരുക്കാൻ അധികാരികൾ കനിയണം. വാഹനം എത്തിയില്ലെങ്കിലും നടന്നെങ്കിലും പുറത്തേക്കിറങ്ങാൻ പറ്റണം. അതിലിങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു വഴിയും കിട്ടിയാൽ മതി. നവകേരള സദസ്സിൻ്റെ അതിന് കൊടുക്കണം തന്നെ, അതിന് കൊടുത്ത് ഒരു വന്ന് നോക്കി, വന്ന് ഒലാണേക്ക് ഏതൊരു മനുഷ്യനിവിടെ വന്ന് നോക്കിയൊക്കെ പോയി. പിന്നെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് ഈ പെരുവേൽ പഞ്ചായത്തിൻ്റെ മുഴുവൻ പറഞ്ഞ് ശരിയാക്കിയാണ്. ശരിയാക്കിയെന്ന് പറഞ്ഞാൽ ശരിയാക്കിയില്ലല്ലോ. വോട്ടവകാശമുണ്ടായത് മുതൽ നാരായണിയമ്മ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്യാൻ മനസ്സനുവദിച്ചിട്ടുമില്ല. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ കൂടിയാണിവർ. കാരണം വോട്ടു ചെയ്ത് വിജയിപ്പിച്ചവരൊന്നും ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഏതായാലും എനിക്ക് 18ാമത്തെ വയസ്സിൽ ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങി. അച്ഛനും ബാക്കി എല്ലാ തലമുറയും ഇന്നും അന്നും മാർക്സിസ്റ്റുകാരാണ്. ഇന്നിപ്പോൾ ഒരു പാർട്ടിയിലേക്കില്ല, എന്നാലും ഞാൻ വോട്ട് ചെയ്യാൻ പോകില്ല. എനിക്ക് ഇത്രയും ചെറിയൊരു സൗകര്യം ജോലി ചെയ്ത് തരില്ല എന്ന് വെച്ചാലും ഉണ്ടായിരുന്ന വഴി അയൽവാസി മതിൽ കെട്ടിയടച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തെങ്കിലും പരിഹാരമുണ്ടായില്ല. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി വാങ്ങി വഴി വീതി കൂട്ടാമെന്ന മറുപടി ലഭിച്ചെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല. പ്രായം കൂടി വരികയാണ്. വഴിയെന്ന ആവശ്യം നിറവേറ്റാൻ ആരെ കാണണമെന്നറിയാതെ വഴിമുട്ടിയിരിക്കുകയാണ് ഈ വയോധികയുടെ ജീവിതം. കാലാകാലങ്ങളായി ഇവിടെ നിന്ന് ജയിച്ചു കയറുന്ന ജനപ്രതിനിധികൾ നാരായണിയമ്മയുടെ ദുരിതം കാണാതെ പോകരുത്. മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അധികാരികൾ നാരായണിയമ്മയെ കാണണം, കേൾക്കണം. അതാണ് ഞങ്ങളുടെയും ആവശ്യം.